വാസുദേവൻ നായരുടെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമാവുകയാണ്. ക്രിമറ്റോറിയത്തിലേക്ക് ദേഹം വെച്ചു കഴിഞ്ഞു. ഇനി മിനിറ്റുകളുടെ മാത്രം താമസമാണ്. ഔദ്യോഗിക ബഹുമതികളോടെയും മതപരമായ ചടങ്ങുകളോടെയും MT വാസുദേവൻ നായർക്ക് കേരളം വിട നൽകുകയാണ്. ഇനി ചെറിയ സമയത്തിൻ്റെ സാങ്കേതികത്വം മാത്രമേ ബാക്കിയുള്ളൂ. കോഴിക്കോട് പുതുതായി പണി കഴിപ്പിച്ച, മാവൂർ റോഡിൽ പുതുതായി പണി കഴിപ്പിച്ച സ്മൃതിപഥം എന്ന ക്രിമറ്റോറിയത്തിലാണ് ഇപ്പോൾ MT വാസുദേവൻ നായരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. കെ മധുവുണ്ട്. മധു പറഞ്ഞോളൂ. സ്മൃതിപഥത്തിൽ MT എരിഞ്ഞമരുന്നു. അതിനുള്ള മരണാനന്തര ചടങ്ങുകൾ, ഔദ്യോഗികമായ ചടങ്ങുകൾ, മതപരമായ ചടങ്ങുകൾ അതെല്ലാം പൂർത്തിയാവുന്നു. ഇനി മിനിറ്റുകൾക്കുള്ളിൽ MT വാസുദേവൻ നായർ എന്ന മനുഷ്യൻ കഥാവശേഷനാകുന്നു. ഈ നിമിഷം മലയാളി ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു നിമിഷമാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചെല്ലുമ്പോഴും പ്രാർത്ഥനകളുമായി, പ്രസാദങ്ങളുമായി MTക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കൊണ്ടുവന്ന ആളുകൾ ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു. അത്തരം പ്രാർത്ഥനകളൊക്കെ വിഫലമാകുന്നു. അത് പക്ഷേ ഏത് മനുഷ്യൻ്റെയും കാര്യത്തിൽ സ്വാഭാവികമായ ഒന്ന് എന്ന് തന്നെ കാണാം. കാരണം അദ്ദേഹം ആഗ്രഹിക്കാത്ത വിധത്തിൽ അദ്ദേഹം ഇത്ര പോലും കിടക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടേയില്ല. പരിലാളനകൾ, സഹജീവികളുടെ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ളൊരു മരണം MT വാസുദേവൻ നായരുടെ സ്വപ്നങ്ങളിലില്ല. എന്നിട്ടും MT ഒരാഴ്ച മുഴുവൻ മലയാളികൾക്കും ലോകമെമ്പാടുമുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ അവസരം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നിമിഷങ്ങൾക്കകം ചിത എരിയുമ്പോൾ ഇനി അധിക നേരമില്ല, എല്ലാം പൂർത്തിയാവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ ശ്മശാനങ്ങളും സ്വർഗദ്വാരങ്ങളും മോക്ഷദ്വാരങ്ങളുമായാണ് കരുതി പോരാറുള്ളത്. ആ ഘട്ടത്തിൽ ആദരവോടെ, പ്രാർത്ഥനകളോടെ, രാമമന്ത്രത്തോടെ MT വാസുദേവൻ നായർക്ക് മലയാളി വിട പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ വളരെ കുറവാണ്. ആ ബന്ധുക്കൾക്കപ്പുറത്തുള്ള ബന്ധുത്വം അതിനേക്കാളും ഏറുന്ന വിധത്തിൽ MTയുടെ സുഹൃത്തുക്കൾ, MTയുടെ ആരാധകർ, MTയെ പിതൃതുല്യരായി കാണുന്ന ആളുകൾ, MTയെ തൻ്റെ ഏറ്റവും ഉറ്റ ബന്ധുവായി കാണുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾ എല്ലാം ഇവിടെ വന്ന് നിറയുന്നു. ആബാലവൃദ്ധം ജനങ്ങളുണ്ട്. അഭിലാഷ് നേരത്തെ പറഞ്ഞ പോലെ MTയായും വാസുവേട്ടനായും ഉണ്ണിമാമയായും ഒക്കെ MTയെ തൊട്ടറിഞ്ഞവരാണ് ഈ വന്ന് കൂടിയിട്ടുള്ളത്. ഒരിക്കലും തൊടാത്തവരുണ്ട്. അവർ പക്ഷേ MTയുടെ അക്ഷരങ്ങളെ തൊട്ടിട്ടുണ്ട്. അവർ MTയുടെ ആശയങ്ങളെ തൊട്ടിട്ടുണ്ട്. അവർ MTയുടെ കഥാപാത്രങ്ങളെ തൊട്ടിട്ടുണ്ട്. അവർ MTയുടെ കഥാസന്ദർഭങ്ങളിൽ അത് ഞാൻ തന്നെയല്ലേ, ഇത് ഞാനാണല്ലോ എന്ന് ഉറച്ച് സങ്കല്പിച്ച് കടന്നു പോന്നിട്ടുണ്ട്. സമാനമായ ജീവിത പ്രതിസന്ധികളെ അതേവിധം മറികടന്നിട്ടുണ്ട്. കൂടുതൽ ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കഥാസന്ദർഭങ്ങൾക്കും അപ്പുറത്ത് ആ കഥകൾ സൃഷ്ടിച്ച എഴുത്തുകാരൻ ഇപ്പോൾ എരിഞ്ഞമരുകയാണ്. അഗ്നിനാളങ്ങൾ MTയുടെ ഭൗതികദേഹത്തെ ഏറ്റുവാങ്ങുകയാണ്. ഒരു കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു, ഒരു യുഗം അവസാനിച്ചിരിക്കുന്നു. MT വാസുദേവൻ നായർ ഇനി മലയാള സാഹിത്യ നഭസിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ്. ശവസംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായിരിക്കുകയാണ്. ആൾക്കൂട്ടം പിരിയുകയാണ്. പക്ഷേ MT എന്ന ദ്വയക്ഷരി അത് കൂടുതൽ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് മലയാളത്തിൻ്റെ സാഹിത്യ നഭസിൽ എന്നേക്കുമായി ഉണ്ടാകും. ഇനി മഹാമൗനം എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും അത് കൂടുതൽ വാചാലമാകുന്ന, അതേപോലെ അക്ഷരങ്ങൾ, കഥാപാത്രങ്ങൾ, കഥകളെല്ലാം കൂടുതൽ വാചാലമാകുന്ന കാലത്തിലേക്കാണ് നമ്മൾ ചുവടുവെക്കുന്നത്. MT എന്ന എഴുത്തുകാരൻ കൂടുതൽ ശോഭയോടെ, കൂടുതൽ പ്രഭയോടെ നമ്മുടെ മുന്നിൽ വിളങ്ങുന്ന ഒരു കാലത്തേക്ക് നമ്മൾ കടക്കുകയാണ്. MT കഴിഞ്ഞുപോയ, അല്ലെങ്കിൽ MT ബാക്കി വെച്ചുപോയ
മലയാള സാഹിത്യത്തിൻ്റെ സമ്പത്തിനെ തിരിച്ചറിയാനുള്ള അവസരമാണ് ഇനിയുള്ള നാളുകൾ. മലയാളത്തെ അല്ലെങ്കിൽ അക്ഷരത്തെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യനും ലഭിക്കുന്നത്. അത്രയേറെ ഭാഷയെ വിസ്മയിപ്പിച്ച വായനക്കാരെ വിസ്മയിപ്പിച്ച, അത്ഭുതപ്പെടുത്തിയ, അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച കഥാപാത്രങ്ങളും കഥകളും ഇനി നമുക്കൊപ്പമുണ്ട്. അത് അക്ഷരങ്ങളായി, ചിത്രങ്ങളായി, സിനിമകളായൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് MT ഒരു ശരീരമെന്ന നിലയ്ക്ക് നമ്മളിൽ നിന്ന് വിടവാങ്ങിയെങ്കിലും എഴുത്തുകാരനായും കഥാകാരനായും സിനിമാകാരനായും ഒക്കെ അദ്ദേഹം നമ്മുടെ പരിസരങ്ങളിൽ എപ്പോഴും ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം. മഹാമൗനമെങ്കിലും കൂടുതൽ വാചാലമാകുന്ന കാലത്തേക്ക് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി അവിടെ ബന്ധുക്കൾ, മകൾ അശ്വതിയും മറ്റു ബന്ധുക്കളും മടങ്ങുകയാണ്. MTയെ കാണാനെത്തിയവരും മടങ്ങുകയാണ്. ഇനി MT വാസുദേവൻ നായർ മലയാള ഭാഷയുടെ ചരിത്രത്തിൽ അനശ്വരനാവുകയാണ്. സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ചിരിക്കുന്നു. മാവൂർ റോഡ് ശ്മശാനത്തിൽ, മാവൂർ റോഡിൽ പുതുതായി പണി കഴിപ്പിച്ച ശ്മശാനത്തിൽ, പുതുതായി സജ്ജീകരിച്ച ക്രമറ്റോറിയത്തിൽ, സ്മൃതിപഥത്തിൽ MT വാസുദേവൻ നായർ ഓർമ്മയായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതിക സാന്നിധ്യം കേരളത്തിലോ കോഴിക്കോടോ ഉണ്ടാകില്ല എന്നുള്ളതേ ഉള്ളൂ. MT വാസുദേവൻ നായർ ആധുനിക മലയാളത്തിൻ്റെ, നവമലയാളത്തിൻ്റെ, പുതുമലയാളത്തിൻ്റെ പിതാവാണ് എന്നാണ് നേരത്തെ മധുസൂദനൻ നായർ പറഞ്ഞത്. അതുപോലെ ഇവിടെ ഭാഷയുള്ളിടത്തോളം കാലം ഭാഷയുടെ പുതുഭാവുകത്വത്തെ നിർമ്മിച്ച MT വാസുദേവൻ നായർ ഉണ്ടാകും, ഓർക്കപ്പെടും. MTക്ക് വികാരവായ്പോടുകൂടി കേരളം വിട നൽകുകയാണ്. ഇനി അദ്ദേഹം നമ്മുടെ എല്ലാ മനസ്സിലെ ഒരു ജ്വാലയായി നിൽക്കും. മധു തുടരുന്നുണ്ട്. മധു പറഞ്ഞു. ആ ജ്വാല എന്നത് അഭിലാഷ് കേരളത്തിൻ്റെ പ്രാണൻ്റെ ജ്വാല തന്നെയാണ്. അക്ഷരത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ ജ്വാലയാണ്. MT വാസുദേവൻ നായർ എന്ന മനുഷ്യൻ ഇനി ബാക്കി വയ്ക്കുന്നത് തൻ്റെ കഥാപ്രപഞ്ചമാണ്. അനന്തകോടി ബ്രഹ്മ എന്ന വിധത്തിൽ തന്നെ MT വാസുദേവൻ നായരും വരും കാലങ്ങളിൽ ഓർമ്മിക്കപ്പെടും. MT വായിക്കപ്പെടാൻ പോകുന്നതേ ഉള്ളൂ അഭിലാഷ്. MT അനീതിയെയും ചെറുത്തു നിൽക്കാൻ, ഒരു പ്രതിരോധത്തിന്റെ ഒരു കടലലകൾ തീർക്കാൻ ഒരു MT വാസുദേവൻ നായർ ഉണ്ടായിരുന്നു. ഒരു MT വാസുദേവൻ നായരെ നമുക്കുണ്ടായിരുന്നുള്ളൂ. അത്രത്തോളം ശക്തമായൊരു കാലഘട്ടത്തിൽ ആ സമഗ്രാധിപത്യത്തിന്റെ സകല രൂപങ്ങളോടും സന്ധിയില്ലാതെ കലഹിച്ച ഒരു എഴുത്തുകാരൻ. അധികാരം മനുഷ്യനെ നിസ്സഹായനാക്കുന്ന ഘട്ടത്തിലെല്ലാം ആ മനുഷ്യന് വേണ്ടി പേന ചലിപ്പിച്ച എഴുത്തുകാരൻ MT വാസുദേവൻ നായർ എന്ന എഴുത്തുകാരൻ മലയാളിക്ക് പ്രിയങ്കരനാവുന്നത് ഇതൊക്കെ കൊണ്ടുകൂടിയാണ്. അദ്ദേഹം ക്ലാസിക്കുകളെ ഉപയോഗിച്ചപ്പോഴും ഉപജീവിച്ചപ്പോഴും തൻ്റെ തൊട്ടടുത്തുള്ള കവലകളിൽ നിന്ന്, തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കഥാപാത്രങ്ങളെ കണ്ടെടുത്തപ്പോഴും ഒക്കെ MT വാസുദേവൻ നായർ അദ്ദേഹം എഡിറ്റ് ചെയ്ത് കളഞ്ഞ കഥകൾ ഇതിന്റെ എത്രയോ മടങ്ങ് ഉണ്ടായിരിക്കും എന്നതുകൂടി നമ്മൾ ആലോചിക്കുമ്പോഴാണ്